15ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2026-27 വർഷത്തെ പദ്ധതികൾ രൂപീകരിക്കുന്നതിനു വേണ്ടി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തും വികസന സെമിനാർ സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പി. സെമിനാർ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad, also at Kannur, Irati and Pattambi. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2026-27 വർഷത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനു വേണ്ടിയാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തും വികസന സെമിനാർ സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സത്താർ വടക്കുംപാടിന് നൽകിക്കൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പി. വാർഷിക പദ്ധതി രേഖ പ്രകാശനം ചെയ്തു. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, പാർസികൾ, ബൗദ്ധന്മാർ, ജൈനന്മാർ, സിഖുകാർ, മതാത്മകമായൊരു സമൂഹമാണ് ഇന്ത്യ. ആ മതാത്മകമായ സമൂഹത്തിൽ നിന്ന് ഈ രാജ്യം ഒരു മതേതര രാഷ്ട്രമായി മാറിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ സൗന്ദര്യമെന്ന് പറയുന്നത് ബഹുസ്വരതയാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വമാണ്. ഈ രാജ്യം മതേതരത്വത്തിൻ്റെ പാതയിലൂടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. മാത്രമല്ല, നമ്മുടെ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏറ്റവും പരമപ്രധാനമായ കർത്തവ്യം ആ ഭരണഘടന ജനങ്ങൾക്ക് നൽകുന്ന മൗലികമായ അവകാശങ്ങൾ, ആ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പഞ്ചായത്തിൻ്റെ ഉത്തമമായ കടമയാണ്, കർത്തവ്യമാണ്. ആ കർത്തവ്യം പ്രകൃതി വിഭവങ്ങളും തണ്ണീർത്തടങ്ങളും നിലനിർത്തിയും സംരക്ഷിച്ചും വേണം സുസ്ഥിര വികസനം സാധ്യമാക്കേണ്ടതെന്ന് എം.പി. പറഞ്ഞു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ അഷ്രിഫ വാർഷിക പദ്ധതി രേഖ അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം. മനു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം. രജീഷ് ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.എസ്. നജീബ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം. കെ. പ്രസന്ന, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം. ടി. പി. ഷാഹിന, വി. പി. സുനീറ, പി. രവീന്ദ്രൻ, പി. സനൽ, പഞ്ചായത്ത് അംഗങ്ങളായ എം. രാമചന്ദ്രൻ, യു. പി. ഫായിസ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ. വി. വിജയൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി പ്രമീള ബോബി സ്വാഗതവും അസിസ്റ്റന്റ് പ്ലാൻ കോർഡിനേറ്റർ കെ. വി. സുഭാഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.